ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി 67 വയസ്സുള്ള ശിവൻകുട്ടി ചെട്ടിയാർ. 13 വയസ്സുകാരി കൊച്ചുമകൾ ഇയാളെ ഫ്രണ്ട്സിൻ്റെ സഹായത്തിൽ തീർത്ത് കളഞ്ഞു. ഇന്നലെ ഈ ഒരു വാർത്ത എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഹരിപ്പാട്, ആലപ്പുഴ, കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ശിവൻകുട്ടി ചെട്ടിയാരുടെ 13 വയസ്സുകാരിയായ കൊച്ചുമകളും സുഹൃത്തുക്കളും ചേർന്ന് പ്ലാൻ പണി ഇയാളെ തീർത്ത് കളഞ്ഞു. ഓക്കെ, ഈ 13 വയസ്സുകാരിയെ സഹായിച്ചത് വേറെ 18 വയസ്സിന് താഴെയുള്ള 3 പയ്യന്മാരാണ്. അതിൽ ഒരാൾ +2, ബാക്കി 2 പേര് +1. അപ്പോൾ എന്താണ് വിഷയം? ഇനീഷ്യലി പോലീസുകാരുടെ എൻക്വയറി റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത് ഐഫോൺ മേടിക്കാനും ആഡംബര ബൈക്ക് മേടിക്കാനും വേണ്ടി ഇവർ പ്ലാൻ പണി ഇയാളെ തീർത്തതാണ്. വീട്ടിലെ സ്വർണവും ബാക്കി പൈസയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ദെയർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് മിസ്സിങ്. കാരണം ഈ പെൺകുട്ടി പോലീസ് ഇൻട്രോഗേഷൻ്റെ സമയത്ത് ഈ വ്യക്തി ബാഡ് ടച്ച് ചെയ്തു. ഓക്കെ, കൊച്ചുമകളെ മുത്തശ്ശൻ ബാഡ് ടച്ച് ചെയ്തു. അതിൻ്റെ വൈരാഗ്യത്തിൽ ഇയാളെ തീർത്ത് കളയാൻ വേണ്ടി കൊടുത്ത കൊട്ടേഷനാണ് ഇത് എന്നും ഒരു നറേറ്റീവ് വേറെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 67 വയസ്സുകാരനായ ശിവൻകുട്ടി ചെട്ടിയാർ വീട്ടിൽ ഒറ്റയ്ക്കായ സാഹചര്യത്തിലാണ് ഇവർ ഈ പ്ലാൻ പണി ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടി ഈ വ്യക്തിയുടെ കൂടെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവം ഇവർ നടത്താൻ തീരുമാനിച്ച ദിവസം ഈ കുട്ടി വളരെ വിദഗ്ധമായിട്ട് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറിപ്പോയി. ആ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന ശിവൻകുട്ടി ചെട്ടിയാരുടെ വൈഫും മകള് ഗർഭിണി ആയതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ആ ടൈമിൽ ഇയാൾ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വളരെ ആസൂത്രിതമായി കയറി ഈ വ്യക്തിയെ കെട്ടിയിട്ട് നഗ്നനാക്കിയിട്ടാണ് കൊന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 1-2 ന്യൂസ് ക്ലിപ്പുകൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിൽ തന്നെ പോലീസ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. അപ്പോൾ ആദ്യം ഈ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒരു കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയ ഒരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് അവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേഷന്റെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ് ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് ആ ഗോൾഡ് ഓർണമെന്റ്സും മറ്റുമൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട് മോഷണം ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് പുലർച്ചയോടെ പോലീസ് ഈ ആൾക്കാരെ കണ്ടെത്തുകയും അതിനുശേഷം ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങളെല്ലാം റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 15-ന്റെ രാത്രി തന്നെയാണ് സംഭവിച്ചത് മനസ്സിലാവുന്നത്. പെൺകുട്ടി ഇതുപോലെ കാമനോട് പറയുമ്പോൾ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളെ കൊല്ലണം എന്നുള്ളൊരു വാശി ആ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അന്വേഷണത്തിൽ വെരിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. പെൺകുട്ടി തന്നെയാണ് കാമനോട് ഇയാളെ കൊല്ലണമെന്നും വീട്ടിൽ നിന്നും ഈ സ്വർണ്ണം എടുക്കാമെന്നും സംഗതി. പ്രത്യക്ഷത്തിൽ മൊബൈൽ വാങ്ങാനും ആഡംബര ബൈക്ക് വാങ്ങാനും വേണ്ടി സ്വർണം കക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ പ്ലാൻ പണി തട്ടി എന്നുള്ള ഒരു ലൈൻ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഈ കുട്ടി കൊടുത്തൊരു മൊഴി, ബാഡ് ടച്ചിൻ്റെ ഒരു മൊഴി, അത് ഭയങ്കര കെയർഫുള്ളായിട്ടും
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഈ കുട്ടിയുടെ ഒരു പാരൻറ്റിങ് സീൻ ഇതിനകത്തുണ്ട്. ഈ കുട്ടിയുടെ പാരൻസ് സെപ്പറേറ്റഡ് ആണ്. അതിൽ തന്നെ ഒരു പാരൻറ്റ് കല്യാണം കഴിച്ച് എബ്രോഡാണ്. സോ ഈ കുട്ടി ആദ്യം മുതലേ പാരൻസിനായിട്ട് അറ്റാച്ച്ഡ് അല്ല, ഇമോഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ കുട്ടി വേറെ ഏതെങ്കിലും ലഹരി അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ട ഗ്യാങ്ങിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ 13 വയസ്സുകാരിയുടെ കാമുകനോട് ഇങ്ങനൊരു റിവെഞ്ചിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ആ ചങ്ങാതി ലഹരി അടിച്ച് മൂത്തിട്ട് ഇതിൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടി തന്നെ വന്ന് പ്ലാൻ പണി പോട്ടതാണെങ്കിൽ അതാണ് അവരുടെ ആ ഒരു ബാഡ് ടച്ചിൻ്റെ റിവെഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചെയ്യും. കാരണം കെട്ടിയിട്ട് നഗ്നനാക്കി അത് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അതിലൂടെ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് എന്നെ ഇങ്ങനെ ചെയ്ത ഒരാളെ ഞാൻ തീർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആളെ വെച്ച് തെറിപ്പിച്ചു, അത് ഞാൻ എൻ്റെ കണ്ണ് കണ്ടു എന്ന് പറഞ്ഞ ഒരു സൈക്കോ സാധനം ഇതിനകത്ത് എനിക്ക് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും ഈ കൊലപാതകം ചെയ്ത ഈ ബാക്കി പയ്യന്മാരുടെ ഭാഗത്തുനിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ ചുറ്റുപാടിനും പഴയ പോലെ ഒന്നുമല്ല, നമ്മളൊക്കെ കുട്ടികളായിരുന്ന പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മളെക്കാൾ കൂടുതൽ അവർ ലോകം എന്താണെന്നും ഇവിടെ നടക്കുന്ന ക്രൈമുകൾ എന്താണെന്നും അതെങ്ങനെ ചെയ്യാന്നുള്ളതിനൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. കാലം മാറുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, സംഭവിക്കും, മനസ്സിലായോ? പക്ഷേ പാരൻസ് ബി കെയർഫുൾ എന്നേ നമുക്ക് പറയാനുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കറക്റ്റ് പാരൻറ്റിങ് അല്ലാത്ത, വീട്ടിലെ സാഹചര്യം വളരെ മോശമായ അവസ്ഥയിലുള്ള കുട്ടികൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അവരുടെ മൈൻഡ് മാറിത്തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കേസിൽ തന്നെ ഈ പെൺകുട്ടിയിലേക്ക് ആദ്യം അന്വേഷണം എത്തിയിരുന്നില്ല. ഈ പെൺകുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടിൽ ഈ കുറ്റകൃത്യം ഇവർ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ഈ പെൺകുട്ടി ഈ വീട്ടിലില്ല. പിന്നെ ഈ കുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട്, ഈ കൊലപാതകം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഈ കുട്ടി ഇട്ടൊരു സ്റ്റോറി ലൈൻ ഉണ്ട് ആ നാട്ടിൽ. ആ നാട്ടുകാർക്കും അത് വേറൊരു കാര്യം. ഈ വീട്ടുകാർ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ അടുത്ത പ്ലോട്ടിൽ ഈ മരിച്ച ശിവൻകുട്ടിയുടെ മകളുടെ വീട് പണി നടക്കുന്നുണ്ട്. ബട്ട് ആ വീട്ടുകാർ അവിടെ ഉള്ള കാര്യം, അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ആ നാട്ടുകാർക്കില്ല. അത് വേറൊരു സീനാണ്. ഒരു വീടിനകത്ത് ഒരാളെ ഒരു ദിവസം പുറത്ത് 2 ദിവസം പുറത്ത് കണ്ടില്ലെങ്കിൽ, സാധാരണ അത്യാവശ്യം നാട്ടിലൊക്കെ നല്ല കണക്ഷനുള്ള ആൾക്കാരാണെങ്കിൽ എന്നിപ്പോൾ എന്താ അയാളെ കാണാത്ത എന്നുള്ളത് ചോദിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവർ ഇയാളെ തട്ടി, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടി റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം അടുത്തുള്ളൊരു ബേക്കറി ചെന്നിട്ട് കുറച്ച് ലഡുവും അങ്ങനത്തെ മധുര പലഹാര സാധനങ്ങൾ മേടിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഈ പെൺകുട്ടി തന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി. ഈ കുട്ടിയുടെ കൂട്ടത്തിൽ ആ ചുറ്റുവട്ടത്തിൽ വേറൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എല്ലാവരെയും വിളിച്ചു കൂട്ടി, മുത്തശ്ശനെ കാണാനില്ല, വാതിൽ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വീടിനടുത്ത് ഇവർ തന്നെ പണിയിക്കുന്ന വീടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അതിഥി തൊഴിലാളിയെ വിളിച്ച് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് ഇവിടെ ഇയാൾ ഇതേപോലെ കെട്ടിയിട്ട് ഫുൾ അയാളെ നഗ്നനാക്കി ഉപദ്രവിച്ച് കൊന്നിട്ടത് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടതിന് ശേഷവും ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ചുള്ള ഒരു എന്താ പറയുക, വികാരപരമായിട്ടുള്ള ഒരു സങ്കടമോ കരച്ചിലും, മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോൾ പേരക്കുട്ടിക്ക് ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ആ കുട്ടി എക്സാമിന് പോകണമെന്ന് പറയുന്നു, മറ്റേ ഇയാളെ മരിച്ചതിൻ്റെ ഒരു ആഘോഷമാണോ എന്നറിയില്ല, അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് മധുരം വാങ്ങുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയ നാട്ടുകാരാണ് പോലീസുകാരോട് ആദ്യം ഈ വിവരം പറഞ്ഞു കൊടുക്കുന്നത്. രാവിലെ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകള് എൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അങ്കിളെ പിന്നെ മുത്തച്ഛൻ അപ്പൂപ്പൻ റൂം തുറക്കുന്നില്ല, അങ്ങോട്ടൊന്ന് എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻസി ആയിരുന്നു ആ കുട്ടി, അതെനിക്കറിയായിരുന്നു. അപ്പോൾ അവരവിടെ പോയിരിക്കുകയാണ്, ഹോസ്പിറ്റലാണ്. അപ്പം വിളിച്ചിട്ട് അത് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോള് പൊക്കോളൂ, ഞാൻ അങ്ങോട്ട് പുറകോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടി പോകുന്നതിൻ്റെ പുറകെ ഞാൻ വന്നിരുന്നു. അപ്പോൾ വന്ന് കഥയിൽ തട്ടി നോക്കി, ഫ്രണ്ടോട്ട്, അപ്പം മേലെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു ഡോറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് ഡോർ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അതൊരു ചെറിയ ഗ്രില്ലുകളാണത്. അപ്പോൾ ആ ഗ്രില്ലിനകത്തൂടെ കൈയിട്ടിട്ട് തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. ഈ കുട്ടിയാണ് കൈയിട്ടത്. അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് അവർക്ക് വേണ്ടി വീട് വെക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മുടെ ഒരു അതിഥി തൊഴിലാളി പുള്ളി പണിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഗ്രില്ല് ചുറ്റിയേക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് കൈയിട്ട് തുറന്നപ്പം അകത്തെല്ലാം മുളക് പൊടി ഇങ്ങനെ വെതറിയിരിക്കുക. അപ്പം ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാം ചോരയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചോരയാണോ എന്ന് നോക്കി ചെല്ലുമ്പം ആ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹത്തെ കയ്യും കാലുമൊക്കെ കെട്ടി പെടലിയൊക്കെ വരിഞ്ഞ് മുറുക്കി തുടയെല്ലാം കെട്ടി ഇട്ടിരിക്കുകയാണ്.
അപ്പം ഒരു കൊലപാതക ആണെന്നുള്ളത് കാര്യം മനസ്സിലായി. അപ്പം കുട്ടി അത് അപ്പൂപ്പനാണെന്ന് പറയുകയും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി കരയുകയും ചെയ്തു. വെളിയിലേക്ക് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാനും നമ്മുടെ തൊഴിലാളിയും കൂടെ വെളിയിറങ്ങി. ഞാൻ അവിടെ വെച്ച് തന്നെ നമ്മുടെ ശ്യാം സാറിനെ വിളിച്ചു, SI. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഈ കുട്ടി അന്നവിടെ കാണിച്ചതായിട്ടുള്ള ആ ഒരു നാടകമൊക്കെ നാട്ടുകാർക്ക് വളരെയധികം സംശയമുള്ള സംഗതിയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഈ വ്യക്തി പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇവരിത് എക്സിക്യൂട്ട് ചെയ്തത് ഒരു സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ്. സ്പൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി, മഹേഷ് ബാബുവും SJ സൂര്യയും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് 2017 ഇറങ്ങിയ സ്പൈഡർ മൂവിക്കകത്ത് ഈ SJ സൂര്യയുടെ ഒരു സൈക്കോ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന്, മരത്തിൻ്റെ മുകളിൽ നിന്നും അവിടെ നിന്നൊക്കെ കല്ല് തലക്കിയിട്ടിട്ട് ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു സൈക്കോ സാധനമാണ് ഈ കുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്, SJ സൂര്യയുടെ കുട്ടിക്കാലം. അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇവർ സിനിമ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു എന്നുള്ളൊരു സംഗതിയും കൂടി ഇതിനകത്ത് ഈ പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ A, പ്ലാൻ B പരിപാടികളുണ്ട്. പിന്നെ ഈ വീടിൻ്റെ സ്കെച്ച് മൊത്തം ഈ പെൺകുട്ടി ഇവിടെ ഇരുന്നു കൊണ്ട് കാമുകൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീടിൻ്റെ എല്ലാ മുക്കും മൂലയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പൈഡർ സിനിമയിൽ കണ്ട പോലെ ഇയാളെ തട്ടാനാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി ഓട് മാറ്റി അത് ഏത് ആംഗിളിൽ നിന്ന് കയറണം, എവിടെ കയറണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ സാധനങ്ങൾ അയച്ചു കൊടുത്തതായിട്ടും പോലീസ് റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യം, 2 ലഹരി. ഓക്കെ, ലഹരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ തൂഫാനുണ്ട്, തൂഫാൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗവും അല്ലെങ്കിൽ ലഹരി വിൽപ്പനയൊക്കെ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. പിന്നെ ഇവരുടെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് പല രീതിയിൽ വരാം. ഇവർക്കിപ്പോൾ ഒരു AI ടൂൾ വെച്ചിട്ട് ഒരാളെ എങ്ങനെ തട്ടാം എന്നുള്ളത് അടിച്ചു കൊടുത്താൽ AI ടൂൾസ് എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കും. ഇവിടെ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം സിനിമ കാണുന്നവർ ഈ മുളക് പൊടി വിതറുന്നതോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ എന്താ പറയുക, ചില കുട്ടികൾക്ക് സിനിമ കാണുമ്പോൾ വിചാരം സിനിമയിൽ കാണിക്കുന്ന ഈ ഫോറൻസിക് ഗിമിക്കുകളൊക്കെ അത് അതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ രക്ഷപ്പെടാതാണ്. ഇപ്പം ഈ കുട്ടികൾ തന്നെ പെട്ടത്, ഇവർ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ GPay വഴി പൈസ അയച്ചു കൊടുക്കുക, ആദ്യം ട്രെയിനിൽ ഈ കൊലപാതകം നടത്താൻ വേണ്ടി വന്ന് പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി പോവുക, പിന്നെ ഇവരുടെ ഫോണുകൾ, ഓക്കെ, നിരന്തരമായിട്ടുള്ള ഫോൺ ഉപയോഗം ഇവർ ഉപയോഗിച്ചു. ഈ പെൺകുട്ടിയെ നിരീക്ഷണത്തിൽ വെച്ച പോലീസുകാർ ആദ്യം ചെയ്തത് പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി കയ്യിൽ വെച്ചിട്ട് സംശയം തോന്നിയ ഈ 3 പേരുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്ന സമയത്ത് അവരോട് ഈ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഇവർ ട്രാപ്പ് ചെയ്ത് ഒരു സെറ്റപ്പൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായത് മുതൽ പെൺകുട്ടി നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് ഈ ആൺ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നല്ല. അതിനു മുൻപേ തന്നെ CCTV, അതായത് ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ പുലർച്ചെ 3:30 ഇവർ KSRTC ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച് നിർണായകമായി. ഒപ്പം തന്നെ അവർ ഈ ശനിയാഴ്ച രാത്രി ഇവിടെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ ഈ കൃത്യം നടത്തിയ ശേഷം 3:30 ഇവർ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. അതിനുശേഷം കൊലപാതകം നടത്തി KSRTC ബസ്സിൽ ഹരിപ്പാട് നിന്നും കൊല്ലത്തേക്ക് പോകുന്നു. ആ സമയത്ത് തട്ടുകടയിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്. 540 രൂപയ്ക്കാണ് 3 പേർ അവിടെ നിന്ന് ആഹാരം കഴിച്ചത്. അതിന്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അടക്കം ആ തട്ടുകടക്കാരിൽ നിന്നും പോലീസ് ശേഖരിച്ചു. അങ്ങനെ അവിടെ നിന്ന് CCTV ലഭിച്ചു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ പിന്നീട് 2ാം ഘട്ട അന്വേഷണത്തിൽ പോലീസ് കസ്റ്റഡി എടുത്തു. പെൺകുട്ടിയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് അറിയാതെയാണ് ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും ചാറ്റ് ചെയ്തത്. പെൺകുട്ടിയാണെന്ന വിധേയനെ എന്ന ഭാവേനെ പോലീസ് പല മെസ്സേജുകളും ജെൻസി ഭാഷകളിൽ തന്നെ, പെൺകുട്ടി ഉപയോഗിക്കുന്ന ജെൻസി ഭാഷകളിൽ തന്നെ ഈ പോലീസ് അതിവിദഗ്ധമായി ഈ ആൺ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അതേ രീതിയിൽ മറുപടി കിട്ടി. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു ഇവർ തന്നെ പ്രതികൾ, ഇതിൽ ആസൂത്രണം ചെയ്തത് ഈ പെൺകുട്ടി തന്നെ. അതിൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതായത് നമ്മൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും തെളിവുകളെ പറ്റി പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകളായിരിക്കും, ഈ CCTV ദൃശ്യങ്ങളായിരിക്കും. പെൺകുട്ടിയോട് എപ്പോൾ വരണമെന്നും ഒപ്പം തന്നെ വീഡിയോ കോളിൽ കൃത്യമായി സ്ഥലം കാണിച്ചു കൊടുത്തത് കൂടാതെ വീടിന്റെ ലൊക്കേഷൻ, കൊലപ്പെടുത്താനുള്ള വീടിന്റെ ലൊക്കേഷൻ, മേൽക്കൂരയുടെ ഫോട്ടോ, അതായത് പെൺകുട്ടി നേരത്തെ തന്നെ വീടിന്റെ മുകളിലത്തെ ഭാഗം
മറ്റൊരു, അതായത് വീടിന്റെ തൊട്ടടുത്ത് പണി പൂർത്തിയാകാതെ കിടക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി സ്വന്തം വീടിന്റെ മേൽക്കൂര ഫോട്ടോ എടുത്ത് ഇവർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു, അതായത് ഓടിന്റെ താഴെ ഉള്ള മച്ച് തടിയാണ്, തടി പക്ഷേ പെട്ടെന്ന് മാറും, അതായത് ചവിട്ടിയാൽ മാറിപ്പോകുന്ന ഒരു മച്ചാണെന്നാണ് പെൺകുട്ടി കരുതി. പക്ഷേ ആ പദ്ധതി പാടി 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ സിനിമയുടെ അനുകരണം അല്ലെങ്കിൽ അതിൽ പ്രചോദനമായി ഒരു ബാലൻ കല്ല് ഒരാളുടെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്കിട്ട് കൊലപ്പെടുത്തുന്നു. അതിദാരുണമായ കൊലപാതകം. അത് ആസൂത്രണം ചെയ്തെങ്കിലും അത് പാളി. മറ്റു കൊലപാതകത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ കൊലപാതകം പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇത് മൊത്തം ആസൂത്രണം ചെയ്തത് ഈ 13 വയസ്സുകാരിയാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഈ കുട്ടിക്ക് ഇയാളോടുള്ള ഈ ദേഷ്യം എന്താ? ഈ 67 വയസ്സുകാരനായ മുത്തശ്ശനോട് ഈ കൊച്ചുമോക്കുള്ള ദേഷ്യം എന്തായിരിക്കും? അതല്ല ഇവിടെ ആദ്യം അന്വേഷിക്കണ്ടേ. ഓക്കെ, ലഹരിയുടെ ഇൻവോൾവ്മെൻറ്റും അതൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി കൊടുത്തൊരു മൊഴി, ബാഡ് ടച്ച് എന്ന് പറഞ്ഞ മൊഴി, ഈ മൊഴി ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്നലെ പല ന്യൂസ് ചാനലുകളും അത് കുട്ടി പിടിക്കപ്പെട്ടാൽ അത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശനെ ഉപദ്രവിക്കാൻ നോക്കി എന്ന് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചതാണ് എന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ സംസാരിക്കുന്നതുണ്ട്. ഇത്ര ഒരു സ്വർണം അടിച്ചു മാറ്റാൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പോലീസ് റിപ്പോർട്ടുകളിൽ തന്നെ ഇവരിതിനു മുമ്പും ഈ വ്യക്തിയെ തീർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമമൊക്കെ നടത്തി എന്നുള്ളത് ഇന്നലെ പോലീസ് റിപ്പോർട്ടുകളിൽ പറഞ്ഞതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1-2 വട്ടമല്ല ഇയാളെ തീർക്കാൻ വേണ്ടി ഈ കുട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും ഈ പെൺകുട്ടി പ്ലാൻ ചെയ്ത് അത് കാമുകനായിട്ടുള്ള ആൺകുട്ടിയോട് പറയുമ്പോൾ അവന് ദേഷ്യം പിടിച്ച് അവൻ ഇയാളെ വന്ന് പെൺകുട്ടിയുടെ പ്ലാന് നടക്കാതായപ്പോൾ പിന്നെ കെട്ടിയിട്ട് നഗ്നനായിട്ട് കൊന്ന് ഇത് വീഡിയോ കോളിൽ ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അത് കണ്ടിട്ട് ഈ കുട്ടി ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ സംവെയർ ഐ ഫെൽറ്റ് ലൈക്ക് ഡീപ്പായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് വേണം. ഈ കുട്ടിയുടെ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഓക്കെ, അങ്ങനത്തെ കുറച്ചധികം എലമെൻറ്റുകൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? പിന്നെ ഇവരുടെ വയസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം, ഇവരുടെ ഈ സിനിമ കണ്ട പ്ലാനിങ്ങിലൂടെ ഇവർ പോയതുകൊണ്ട് ഇവർക്ക് ഇത്രയും സീനുകൾ ഉണ്ടായി. അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രത്തോളം മണ്ടത്തരങ്ങൾ പറ്റി ഈ ഒരു കൊലപാതകത്തിൽ നിന്നാണ് പറയാനുള്ളത്. സിനിമ കണ്ടൊന്നും ഒരാളും പോയിട്ട് ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനോ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമേൻ്റെ അവസാനവും ഇത് ചെയ്തവർ പിടിക്കപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളേ ഉള്ളൂ. ഓക്കെ, ചെയ്തവരാരും രക്ഷപ്പെട്ടു പോകണതോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ, അതൊക്കെ ചെയ്തതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ കുറവാണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെയൊക്കെ സിനിമകളിൽ ലാസ്റ്റ് ചെയ്തവർ പെടുക എന്നുള്ളൊരു കാര്യമാണ്. ഒരു ദൃശ്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ജോർജ് കുട്ടി രക്ഷപ്പെട്ടു പോകുന്നത്. അതും ദൃശ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലത്ത് അവസാനത്തിൽ ചെയ്ത ഇതിന് അനുഭവിക്കേണ്ടി വരും അവർ. അപ്പം എന്താണെങ്കിലും ഇതിനകത്തൊരു ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ വേണം. മനസ്സിലായില്ലേ? ഈ കുട്ടികൾ ഈ രീതിയിൽ അതിക്രൂരമായിട്ട് ഇതിനു മുമ്പ്, അതല്ല, ഇത് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ്. ഇവരിത് സ്ഥിരമായിട്ട് ഇതേപോലെ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള മോഷണവും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ആളിലേക്ക് ഇവർ ഇതുപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് അറ്റാക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കണം. ഇവിടെ മാസങ്ങൾ നീണ്ട പദ്ധതി ആസൂത്രികയായ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പോലീസിനോട് പറയുന്നത് പെൺകുട്ടിക്ക് വേണ്ട രീതിയിലുള്ള പരിലാളനകൾ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അമ്മയുടെയും അച്ഛന്റെയും സാന്നിധ്യം കുഞ്ഞിനില്ലായിരുന്നു, ഈ കുട്ടിക്കില്ലായിരുന്നു. ഒപ്പം തന്നെ സ്കൂളിലടക്കം ഒറ്റപ്പെട്ട രീതിയായിരുന്നു, കൂട്ടുകാരുമായി വലിയ സഹവാസമില്ലായിരുന്നു. 1 വർഷക്കാലം മാത്രമേ ആയിട്ടുള്ളൂ ആലപ്പുഴയിൽ എത്തിയിട്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൊല്ലത്ത് ഈ കുട്ടി ചൈൽഡ് ഹോമിൽ കഴിഞ്ഞിട്ടുണ്ട്, ഏതാനും മാസങ്ങൾ ചൈൽഡ് ഹോമിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവരം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ചൈൽഡ് ഹോമിലേക്ക് ഈ കുട്ടിയെ മാറ്റേണ്ടി വന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. പിന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം ലഹരിയുടെ വലിയ സ്വാധീനമാണ്. പെൺകുട്ടിക്ക് ഈ വയോധികനോട് വലിയ രീതിയിലുള്ള അമർഷം, വിരോധം ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങളും. ഒന്ന്, ബാഡ് ടച്ച് ഉണ്ടായി, ലൈംഗികപരമായിട്ടുള്ള മോശം പെരുമാറ്റം. മറ്റൊന്ന്, പണം കൊടുക്കുകയില്ല, ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള കാശ് കൊടുക്കില്ല. അപ്പൊ ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം, അതിലെ പ്രശ്നങ്ങൾ. അതുകൂടാതെ ലഹരി ഏറ്റവും വലിയ ഫാക്റ്റായി മാറിയതാണ്. അതായത് രാസലഹരി ഉപയോഗിച്ചാണ് ആൺ സുഹൃത്തുക്കൾ അവിടെ എത്തിയതും പെൺകുട്ടിയും കഞ്ചാവും മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പോലീസ് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പെൺകുട്ടിക്കുണ്ടായ പക കൂടാതെ, മോഷണം എന്ന ലക്ഷ്യം കൂടാതെ, ലഹരി കൂടി ഏറ്റവും വലിയൊരു ഫാക്ടറായി മാറിയിട്ടുണ്ട്. ലഹരി, മോഷണം, കൊലപാതകം, ഇതിലേക്ക് നയിച്ചത് ഈ കുട്ടിയുടെ റിവെഞ്ച്. എഗെയിൻ ഞാൻ പറയുന്നു, മീഡിയയും പോലീസും ഒരു പക്ഷേ ആ ഒരു ആംഗിൾ അന്വേഷിക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നൊരു കാര്യം, ചിലപ്പോൾ ഒരു ഇമോഷൻ്റെ മുകളിൽ ഇപ്പോൾ അത് പറയുമ്പോൾ പലർക്കും അതെന്തോ അങ്ങനെ ഒരു കൊലപാതകത്തിന് മുകളിൽ ഒന്നിച്ച് മുത്തശ്ശൻ കയറി പിടിച്ചു എന്ന് പറയുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം.
ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, കാരണം ഈ കുട്ടിയുടെ പാരൻസിൻ്റെ ആ സെപ്പറേഷനും ഈ കുട്ടീനെ അവർ മാറ്റി നിർത്തി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. സ്കൂളുകളിൽ അന്വേഷിക്കണം, ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ അന്വേഷിക്കണം. അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇത് ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിയത് എന്നുള്ളത്. പിന്നെ അതിൽ നിന്ന് ഇവോൾവ് ചെയ്തതായിരിക്കാം. കാരണം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോൾ ഇവർ ഓൾറെഡി ലഹരിയുടെ സ്വാധീനമുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളാവുമ്പോൾ, കുട്ടികളാവുമ്പോൾ അവർ ആ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി അവരെന്താണെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ടൈമിൽ അവർക്ക് ഈ പറഞ്ഞ സ്വർണവും പൈസയും സാധനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു, ചിലപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ തീർക്കാനാവും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പോയി ഇത് തീർത്ത് കളഞ്ഞ കാമുകൻ എന്തായാലും ഇത് ചെയ്തു. ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് പോകുമ്പോൾ സ്വർണ്ണ പൈസയായിട്ട് പോവുക, പോണ വഴിക്ക് കഴിച്ചിലാവട്ടെ വിചാരിച്ചെടുത്തിട്ട് പോയതാണോന്നും നമുക്കറിയില്ല. അതിനുള്ള സാഹചര്യങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനത്തെ ഒരു തിങ്കിങ് പ്രൊസീജിയേഴ്സൊക്കെ അവരുടെ മൈൻഡിലൂടെ പോകാനുള്ള ചാൻസും ഉണ്ട്. ബട്ട് എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഓരോ കുടുംബത്തിലും വളർന്നു വരുന്ന കുട്ടികളുടെ വളർച്ചയുടെ ഫേസിൽ പാരൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അവിടെ അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കുട്ടിയെ വളർത്തുമ്പോൾ അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതുപോലെ ക്രിമിനൽ ഫേസിലേക്കും ലഹരിയുടെ ഫേസിലേക്കും പോകുന്ന മോസ്റ്റ് മെജോറിറ്റി ഓഫ് കുട്ടികളുടെയും അവരുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് അവരുടെ പാരൻസിൻ്റെ ഇതുപോലുള്ള ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ നെഗ്ലിജൻസ് അതൊരു ഭയങ്കര ഫാക്ടറല്ലേ. അത് കഴിഞ്ഞിട്ട് മതി പിന്നെ സിനിമയിലേക്കും ലഹരിയിലേക്കൊക്കെ ലൈക്ക് ചർച്ചകൾ, അതും വലിയ രീതിയിൽ ചർച്ചയാവണം. പക്ഷേ ഇത് ബേസിക് ചർച്ചയാവണ്ടേ, വീടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊരു ചർച്ചയാവണം. മെയിനായിട്ട് ഇതില് സാധാരണ നമുക്കാണെങ്കിൽ ഈ ടെലഗ്രാമില് ഈ പേര് മാത്രം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിക്കാം. അതിലൊരാൾ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നമ്പറോ വേറെ ഡീറ്റെയിൽസോ ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് അവര് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഈ വൃത്തിയുടെ വീഡിയോകളും അതും ഇതും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും എല്ലാം വിൽക്കുന്ന പയ്യന്മാർക്ക് ഇന്റർനാഷണൽ നമ്പറുകൾ മേടിക്കാനുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾ വേറെ ഉണ്ട്. ഈ ടെലഗ്രാമിൽ തന്നെ ഇന്റർനാഷണൽ നമ്പേഴ്സ് നമുക്ക് മേടിക്കാം. അവിടെ ഒരു ഐഡി പ്രൂഫോ ഒന്നും കൊടുക്കണ്ട. അവിടെ വെറുതെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സിംസ് ഏത് രാജ്യത്തിന്റെ സിം വേണം, എവിടെ വേണം, എവിടേക്ക് വേണം എന്നുള്ള ടൈമും സമയവും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന രീതിയിൽ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സിമ്മുകൾ മേടിക്കാം. ഈ സിം വെച്ചിട്ടാണ് ഇവരെല്ലാം ഓപ്പറേഷൻസ് നടത്തുന്നത്. കാരണം അത് ട്രേസ് ഔട്ട് ചെയ്ത് ചെല്ലുമ്പോൾ വേറെ ഏതെങ്കിലും ഉള്ള രാജ്യത്തുള്ള ആൾക്കാരുടെയൊക്കെ പേരിലുള്ള അവർക്ക് പോലും അറിയത്തില്ലായിരിക്കും മേ ബി അങ്ങനെ ഒരു സിം അവരുടെ പേരിലുണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സിമ്മും അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഇല്ലായ്മ ഉള്ളതിന്റെ ധൈര്യത്തിന്റെ പുറത്താണ് ഇവർ ഇങ്ങനത്തെ ഒരു സംഭവം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല ആശ്മി ചേട്ടാ, ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ വീട്ടിലത്തെ കാര്യം മാത്രം വിട്ടോ, നമ്മുടെ അമ്മയും പെങ്ങളും എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാ. അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ അവരിയ്ക്കുന്ന ചിലപ്പോൾ ഓരോ ആംഗിളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോയ്ക്ക് ചിലപ്പോൾ അത് വൈകൃത രീതിയിൽ ഇടുക, അല്ലെങ്കിൽ ഇത് ഇടുക, ആ ചേച്ചിയെ കണ്ടോ ഈ ചേച്ചിയെ കണ്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന, അത് കാണാനും അത് പൈസ കൊടുത്ത് വാങ്ങിക്കാനും ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഇവിടെ ഈഗിൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഇവിടെ പല കാര്യങ്ങൾക്കും ഈസി ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാത്ത ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ എങ്ങനെ കയ്യിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പൈസ എങ്ങനെ അവരുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അച്ഛനമ്മമാർ കൊടുത്തിട്ട് വേണ്ട, അല്ലെങ്കിൽ പുറത്തിറങ്ങി അവർക്ക് ഒരു സാധനം മേടിക്കാൻ പറ്റുന്ന, ചിലപ്പോൾ ഒരു കുട്ടി പോയ ഒരു കടയിൽ നിന്ന് ഒരു സാധനം കൊടുക്കില്ല, പക്ഷേ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ, പൈസ കൊടുക്കാൻ, മനസ്സിലായോ, ലഹരിയും അതുപോലെ പണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇവരെന്ത് ചെയ്യും, മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം വീട്ടിനകത്തുള്ളവരുടെ നഗ്നമായ ചിത്രങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പൈസ തരും എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകൾക്ക് ഇവിടെ ഒരു നിയന്ത്രണം വരണ്ടേ. കുട്ടികളുടെ മൈൻഡിലേക്ക് ഈ പറഞ്ഞ വിഷം നിറയ്ക്കുന്നതായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും, ഓൾറെഡി ബ്രോക്കൺ ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം, മൈൻഡ് ട്വിസ്റ്റ് ആവാം, ആർക്ക് വേണം ആ കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ആണോ പെണ്ണോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ വരണമെന്നോ അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങി നടക്കുന്നില്ല. മൊബൈൽ ഫോണിലുള്ള ചില ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ എന്താവാം, ഇപ്പോൾ ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഈ കുട്ടീനെ മൊഴി കൊടുത്ത വഴിക്ക് മുത്തശ്ശനൊന്നും മേടിച്ച് തരുന്നില്ല, ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. ഇത് എല്ലാം മേടിച്ച് കൊടുക്കാൻ പറ്റണമെന്ന് പാരൻസിന് ഉണ്ടാവില്ല, പറ്റിയെന്നും വരില്ല.
പക്ഷേ ഇത് പാരൻസ് ചെയ്ത് കൊടുക്കാത്തതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് നീ ഇന്നത് ചെയ്താൽ, നീ വീട്ടിലിരിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് തന്നാൽ നിനക്ക് നിൻ്റെ പാരൻസ് മേടിച്ചു തരാത്ത സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരാം എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളുള്ളില്ലേ, ഇൻസ്റ്റാ ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സാപ്പ്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, പാരൻസിൻ്റെ ഗൈഡൻസ് ഉണ്ട്. ഒരു കുട്ടി വളരുന്ന സമയത്ത് പാരൻറ്റ് ഗൈഡ് ചെയ്യേണ്ട രീതികളുണ്ട്. പാരൻസിൻ്റെ ഗൈഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന കപ്പിൾസ് അവർ വേറെ ജീവിതത്തിലേക്ക് പോയിക്കോട്ടെ, പക്ഷെ അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയായിരിക്കണം. എല്ലാ 2 മാസം കൂടുമ്പോഴും ആ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം, റിവ്യൂ മീറ്റിങ്ങുകൾ വെക്കണം ആ കുട്ടിക്ക് 18 വയസ്സാവുന്നത് വരെ. കാരണം അച്ഛനമ്മമാർ സെപ്പറേറ്റഡ് ആയി പോയതിന് ശേഷവും ഈ കുട്ടിയുടെ ലൈഫിലേക്ക് അവർ കൺസേൺ ഉണ്ടോ, ഓക്കെ, അവർ ആ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ എന്നുള്ളത് ആ കുട്ടിയോട് റിവ്യൂ മീറ്റിംഗ് വെച്ച് ചോദിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഈ നാട്ടിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ വളരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും മാനിപ്പുലേഷനിൽ പോയി ചാടി ഇതേപോലുള്ള ക്രിമിനലുകളായി മാറും. അവർ വരുന്നതൊക്കെ ഈ പെൺകുട്ടിയുടെ പ്ലാനിംഗ് പ്രകാരം തന്നെയാണ്. മാത്രമല്ല ഇയാളെ ക്രൂരമായി കൊല ചെയ്യുന്നത് വീഡിയോ കോളിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം മോഷണമാണ് ലക്ഷ്യമെങ്കിൽ വീഡിയോ കോളിലൂടെ ഈ ദൃശ്യങ്ങൾ പെൺകുട്ടി കാണേണ്ട കാര്യം എന്താണ്? ഇനി അതിലെന്തൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടാവുമോ? ഇല്ലില്ല, കൊട്ടേഷൻ നമ്മളിപ്പം കൊട്ടേഷൻ നടത്തി എക്സിക്യൂട്ട് ചെയ്തെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ്. അതിനകത്ത് അവർ എൻജോയ് ചെയ്യുകയാണ്, ആ കുട്ടിയും ഈ പയ്യന്മാരും എൻജോയ് ചെയ്യണം ആ മാർഡർ. അത് തന്നെയല്ല, ആ മാർഡറിനകത്ത് അയാളെ എന്തിനാണ് നേക്കടാക്കിയത് അതെനിക്ക് മനസ്സിലാകുന്നില്ല. അയാളെ കൊന്നിട്ട് പോയാൽ പോരായിരുന്നു 75 വയസ്സുകാരനെ. അപ്പോൾ അവരെ നേക്കഡായിട്ടാണ് കിടക്കുന്നത്. അതിന് അവർ ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കുന്നു. അതൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ചല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ജോർജ് ജോസഫ് സാറ് പറയുന്നത്, അതായത് റിട്ടയർഡ് പോലീസ് ഓഫീസറാട്ടോ ജോർജ് ജോസഫ് സാറ്, മൂപ്പർക്ക് ഇയാളെ നഗ്നനാക്കിയതിൻ്റെ കാരണം മനസ്സിലാവണമെന്നില്ല എന്നുള്ളത്. സാർ എനിക്ക് സത്യം പറഞ്ഞാൽ സാർ ആ പറഞ്ഞ പോയിന്റ് കേട്ടപ്പോഴല്ലോ സാറ് എന്ത് തരം പോലീസ് ഓഫീസറായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. സാറൊന്ന് ചിന്തിക്കുക, ആ വ്യക്തിയെ ആ രീതിയിൽ ക്രൂരമായി കൊല്ലുന്നത് കാണാൻ വേണ്ടി ഒരു കുട്ടി, കൊട്ടേഷൻ കൊടുത്ത കുട്ടി ഫോണിൽ ഒരു സൈഡിൽ വീഡിയോ കോളിൽ നിൽക്കുന്നു. മരിക്കുന്ന ആൾ, അത് മരണപ്പെടുന്ന ആൾ അയാളെ വിവസ്ത്രനാക്കി മറ്റൊരു കൊല്ലുകയാണ്. അപ്പോൾ എന്ത് തരം വൈരാഗ്യമായിരിക്കും ആ കുട്ടിക്ക് ആ വ്യക്തിയോടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ എന്തായിരുന്നു ആ വൈരാഗ്യത്തിന് പിന്നിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആൻഡ് സിമിലർ കൈൻഡ് ഓഫ് മൊഴി ആ കുട്ടി കൊടുക്കുന്നു, ഒരു ബാഡ് ടച്ചിൻ്റെ. ആൻഡ് ആ ഫാമിലിയുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടേ സീന്, കുട്ടിയുടെ പാരൻസ് സെപ്പറേറ്റഡ്, കുട്ടി കുറേ കാലമായിട്ട് ഇവരൊപ്പം ഈ മുത്തശ്ശൻ്റെയും അമ്മമ്മയുടെ ഒപ്പം നിൽക്കുന്നു. സോ ദെയർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഇതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം തിങ്ക് ചെയ്ത് സംസാരിച്ച്, അതായത് കുട്ടി ക്രിമിനൽസ് എന്നുള്ള രീതിക്ക് പോകുമ്പോൾ അവരെ ക്രിമിനൽസ് ആക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണ്ടേ. അങ്ങനെ ഒരു അന്വേഷണം അവിടെ വേണം. ഓക്കെ, പിന്നെ ലഹരിയുടെ ഇൻവോൾവ്മെൻറ്റ് എല്ലാം ഈ കേസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് സീ, വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് എന്താ നമുക്ക് നോക്കാം.